ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എല്ലാവിധ മംഗളാശംസകളോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ തുടങ്ങിയാണ്. കാരണം ഇപ്പോൾ ഉള്ള ഈ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, +2 പഠിക്കുന്ന കൂട്ടുകാരെല്ലാവരും അവരുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പഠിത്തം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുന്നതല്ലേ, നമ്മുടെ സ്വന്തം നാട്ടിൽ നിൽക്കുന്ന പരിപാടിയില്ലല്ലേ, അവർ പുറത്തേക്ക് പോവുകയാണ് സാധാരണ പതിവ്. അതുപോലെ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന കൂട്ടുകാരാണെങ്കിലും ഈ +2 കഴിഞ്ഞ് നിൽക്കുന്ന കൂട്ടുകാരാണെങ്കിലും കുറേ അധികം പേർക്ക് പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജൊന്നും അവർക്ക് കിട്ടിയെന്ന് വരില്ല. നമ്മൾ പറയുന്ന ലാംഗ്വേജ് ഒന്നും അവർക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ അവർ പറയുന്ന ലാംഗ്വേജ് നമുക്ക് മനസ്സിലായെന്ന് വരികയില്ല. ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ എവിടെ ചെന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാം. അതിനുവേണ്ടി കുറേ ക്ലാസ്സുകൾ ഇംഗ്ലീഷിലിട്ട് തരണമെന്നാവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കുറച്ച് നടക്കുകയാണ്. അത് പെട്ടെന്ന് ക്ലാസ്സുകൾ വരും. അത് എല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കോണം കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അധികം ദിവസത്തെ ഗ്യാപ്പില്ലാതെ തരുന്ന മിക്കവാറും നമുക്ക് ഒരു 2 അല്ലെ 3 ദിവസത്തിനിടെ ആ ഗ്യാപ്പിനിടയിൽ നമുക്ക് ക്ലാസ്സുകൾ നടക്കണം. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഓക്കെ, കം ടു ദി ബോർഡ്. നമുക്ക് സാധാരണ സംസാരിക്കേണ്ടി വരുന്ന, പുറത്തിറങ്ങിയാൽ നമ്മൾ മറ്റുള്ളവരുമായി സംസാരിക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കമോൺ. ഓക്കെ, വേഗമാകട്ടെ എന്ന് നമുക്കൊന്ന് പറയണം. വേഗമാകട്ടെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ബി ക്യൂക്ക്. ബി ക്യൂക്ക് മീൻസ് വേഗമാകട്ടെ. ഇത് നമുക്ക് വേറൊരു വാക്ക് കൂടെ പറയാം, ഹറിയപ്പ്. ഹറിയപ്പ് എന്ന് പറഞ്ഞാലും വേഗമാകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് പറയണം വേഗമാകട്ടെ, സമയം ഒത്തിരിയായി എന്ന് പറയണം. അങ്ങനെയാണെങ്കിലോ ബി ക്യൂക്ക്, ടൈം ഈസ് ഓവർ. വേഗമാകട്ടെ, സമയം ഒത്തിരിയായി എന്ന് പറയാം. എന്നാൽ ഇതുപോലെ തന്നെ നമുക്ക് പറയേണ്ടി വരുന്നതാണ്, സമയം ഒത്തിരിയായി എന്ന് മാത്രമല്ല, തിരക്ക് കൂട്ടേണ്ട സമയമൊന്നും ഒത്തിരി ആയിട്ടില്ല എന്ന് പറയണമെങ്കിലോ നമുക്ക് പറയാം ടേക്ക് യുവർ ഓൺ ടൈം എന്ന് പറഞ്ഞാലോ, തിരക്ക് കൂട്ടേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമയമെടുത്ത് റെഡി ആവുവാനുള്ള സമയമുണ്ട്, ഒത്തിരി തിരക്ക് കൂട്ടേണ്ട എന്നാണ് ഇതിന്റെ അർത്ഥം. ടേക്ക് യുവർ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വേർഡ്സ് ബൈ വേർഡ്സ് സ്പോക്കൺ ഇംഗ്ലീഷിൽ മീനിങ് നോക്കരുത്. ടേക്ക് യുവർ ഓൺ ടൈം, തിരക്ക് കൂട്ടേണ്ട എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ പറയുന്ന വാക്കാണ് ടേക്ക് യുവർ ഓൺ ടൈം. അതുപോലെ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ടുഗദർ. ലെറ്റ്സ് ഗോ ടുഗദർ മീൻസ് നമുക്ക് ഒരുമിച്ച് പോകാം. നമ്മൾ ഒരുമിച്ച് പോകുന്ന വഴിക്ക് നമുക്ക് ഒരാളോട് ഒരു സഹായം ചോദിക്കണം. സഹായം ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന്, ഇതൊക്കെയാണ് നമുക്ക് ഇനി വേണ്ടി വരുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ വേറൊരാളോട് ചോദിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എക്സ്ക്യൂസ് മീ എന്നാ പറഞ്ഞാലും നമ്മൾ ഒരാളോട് സംശയം ചോദിക്കുമ്പോൾ അല്ലെ സഹായം ചോദിക്കുമ്പോൾ, അത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വേറൊരാളുടെ സഹായം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ എക്സ്ക്യൂസ് മീ ചോദിച്ചേക്കണം. എക്സ്ക്യൂസ് മീ, ഈ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മര്യാദ, ആ മാന്യതയുടെ ഭാഗമാണ് നമ്മൾ എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ, ക്യാൻ യു ഹെൽപ്പ് അസ്? ക്യാൻ യു ഹെൽപ്പ് അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ഇതിന്റെ മീനിങ്. പക്ഷേ ക്യാൻ യു ഹെൽപ്പ് അസ് എന്ന് ചോദിച്ചാൽ ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ എന്നാണെന്ന് ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകും. ക്യാൻ യു ഹെൽപ്പ് അസ് മീനിങ് നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുമോ എന്ന്. അതുപോലെ തന്നെ വിൽ യു പ്ലീസ് ഹെൽപ്പ് അസ് എന്ന് ചോദിച്ചാൽ ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ, ഒന്ന് സഹായിക്കുമോ എന്ന്, ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ. ഇതാണ് ഈ ഇത്രയും ഇനി ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വിധം പഠിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെയാണ് പറയുന്നതെന്ന് പഠിക്കണം അല്ലേ? ഓക്കെ, കമോൺ, നമുക്ക് ഇതിന്റെ ആൻസർ കൂടി പഠിക്കാം. മുമ്പേ നമ്മൾ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ നമുക്ക് പല രീതിയിൽ കൊടുക്കാം. പല രീതിയിലുള്ള ആൻസർ നമ്മളോട് ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ ഇതെല്ലാം പോസിറ്റീവായിട്ടാണ്. പോസിറ്റീവായിട്ടുള്ള ആൻസർ പല രീതിയിൽ നമുക്ക് പറയാം. എന്താണ്? ഓഫ് കോഴ്സ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ്.
തീർച്ചയായും ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? നമ്മളോട് സഹായം ചോദിച്ചപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് തീർച്ചയായും ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന്. ഓഫ് കോഴ്സ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അന്നേരം നമ്മൾ എന്താണെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുള്ള വിവരം അവർക്ക് മനസ്സിലാകും അല്ലേ? അതുപോലെ ഇത് തന്നെ വേറെ രീതിയിൽ നമുക്ക് ചോദിക്കാം. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചാല് എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാനാവും എന്ന് പറഞ്ഞാല് ഏത് രീതിയിലുള്ള ഹെൽപ്പാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? എങ്ങനെ സഹായിക്കാനാവും എനിക്ക്? എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷെ ചോദിക്കുന്നതിന്റെ ഒരു ചെറിയ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് മാത്രം. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഇനി ഇത് രണ്ടും അല്ലാതെ വേറെ രീതി ചോദിക്കാം. വാട്ട് ആർ യു എക്സ്പെക്ടിങ് ഫ്രം മീ എന്ന് ചോദിച്ചാലോ നിങ്ങൾ എന്താണ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? പല രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇതെല്ലാം മുമ്പേ പറഞ്ഞതിന്റെ ആൻസറുകളാണ്. നമ്മളോടൊരാൾ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചു പറയേണ്ട ആൻസറുകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, ഇതെല്ലാം നമ്മളോട് ചോദിക്കുമ്പോൾ സഹായം ചോദിച്ചാൽ മറുപടി പറയുന്നത്. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ സഹായം ചോദിക്കുകയാണെങ്കിൽ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കണം. അതുപോലെ ഓക്കെ, ഈ പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ? ഇതിന്റെ തന്നെ ഇപ്പം സഹായം ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി പറയുന്നത് പോസിറ്റീവായിട്ട് മറുപടി പറയുന്ന വിധം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വേറെ രീതിയിൽ നമ്മളോട് സഹായം ഒരാൾ വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് പറയേണ്ടതെന്ന് പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള സഹായം നമുക്ക് ചോദിക്കാം. നമ്മൾ ഒരിടത്ത് ചെന്ന് പെട്ടു, നമുക്ക് വഴി അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ വഴി ചോദിക്കുന്ന വിധം ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞെടുത്തോളം മനസ്സിലായല്ലോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് വേറെ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്നതും നമ്മൾ അതിന് മറുപടി പറയുന്നതും നമ്മളോട് ചോദിക്കുന്നതും മാത്രമല്ല, നമ്മൾ ചോദിക്കേണ്ടി വരുന്ന കാര്യങ്ങളുണ്ടല്ലേ. നമ്മൾ ഒരാളോട് നമ്മൾ വഴി ചോദിക്കുന്ന വിധം അതൊക്കെ നമ്മൾ പഠിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും സഹായം നമുക്ക് ചോദിക്കേണ്ടി വന്നെങ്കിൽ നമ്മുടെ ലാംഗ്വേജിലല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ പിടിച്ചു നിൽക്കുവാനുള്ള ഒരേ ഒരു മാർഗം. അതുകൊണ്ട് നമുക്ക് അതുകൂടി പഠിക്കണം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി വഴി ചോദിക്കുന്ന വിധം നമുക്ക് പഠിക്കാം. വഴി ആരോടെങ്കിലും ഒരാളോട് നമ്മൾ വഴി ചോദിക്കുന്ന വിധം നമ്മൾ പഠിക്കുന്നതാണ്. അതിനുവേണ്ടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനുവേണ്ടിയുള്ള എല്ലാവിധ സെറ്റപ്പോടും കൂടി വരാം. ഓക്കെ, let us wait for the next class. See you in the next class. Till then, bye.